വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കാണിക്കുന്നത് 5 പ്രോഡക്റ്റിന്റെ റിവ്യൂ ആണ്. അതായത് ബോഡി വാഷ്, ഷവർ ജെൽ ഈ കാറ്റഗറിയിൽ വരുന്നില്ലേ, അങ്ങനെയുള്ള 5 പ്രോഡക്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് പ്ലംബിന്റെ ഒരു ഷവർ ജെല്ലാണ്. ഇതിന്റെ പ്രൈസ് 380 രൂപയാണ്, 240 ml. ഇതിന്റെ സ്മെല്ല് റോസ് എന്നാണ് പറയുന്നത്. ഇതിന്റെ കാറ്റഗറി ഫീലിംഗ്സ് ഓർ റോസ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അപ്പോൾ ഇതിലെനിക്ക് പക്ക ഒരു റോസിന്റെ സ്മെല്ല് ഫീൽ ചെയ്തിട്ടില്ല. ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഹോൾ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും. ഇച്ചിരി സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഒരു റോസിന്റെ സ്മെല്ലല്ല. ഞാൻ സ്മെൽ ചെയ്തിട്ടുള്ള ഒരു റോസ് സ്മെല്ലിന് യാതൊരുവിധ ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്മെല്ല് അത്ര ഇഷ്ടമായില്ല. പക്ഷെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 4-5 മണിക്കൂർ ഇതിന്റെ സ്മെല്ല് ലാസ്റ്റ് ചെയ്യും. കോൺ ഷേപ്പ് വരുന്ന പാക്കേജിംഗ് ആണ് ഇതിനുള്ളത്. പമ്പ് പാക്കേജിംഗ് ആണ്, നമുക്ക് ഈസി യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഇത് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഡ്രൈ ആക്കുന്നില്ല. ഒരു നോർമൽ ലെവലിൽ നമ്മുടെ സ്കിന്നിനെ വെച്ചിരിക്കും. നോർമലി ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആണ്. വേറെ സ്കിൻ ബെനിഫിറ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇത് ലൈറ്റ് പീച്ച് കളറാണ്. ഇത് നോക്കുമ്പോഴത്തേക്കും ഷിമ്മറി ഷെയ്ഡാണ് കാണുന്നത്. ഫുൾ ഷിമ്മറി ആയിട്ടിരിക്കും. പക്ഷെ അതുകൊണ്ട് വേറെ എക്സ്ട്രാ യൂസ് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി ഇതിൻ്റെ അകത്ത്, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് പിയേഴ്സിന്റെ ബോഡി വാഷാണ്. ഇതിന്റെ പ്രൈസ് 210 രൂപയാണ്, 250 ml. അപ്പോൾ ഇത് മണ്ണെണ്ണയുടെ കളറിലാണ് ഇരിക്കുന്നത്, ബ്ലൂ കളർ. എനിക്ക് ഈ കളർ ഇഷ്ടമാണ് പേഴ്സണലി. ഡ്രസ്സിൽ ഇത് ചേരുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇങ്ങനെ കാണാനായിട്ട് ഇഷ്ടമാണ്. മണ്ണെണ്ണ പക്ഷേ ഇഷ്ടമല്ല, മണ്ണെണ്ണയുടെ സ്മെല്ല് ഇഷ്ടമല്ല. ഇതിന്റെ കാറ്റഗറി മിന്റ് എക്സ്ട്രാക്ട്സ് ആണ്. അപ്പോൾ ഇതിന്റെ സ്മെല്ലും ഈ മിന്റുമായിട്ട് നല്ല സാമ്യമുണ്ട്. മിന്റിന്റെ സോപ്പ് കാറ്റഗറിയിൽ അതിന്റെ ഒരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇത് ഗ്ലിസറിൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബോഡി വാഷാണ്. പക്ഷേ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഗ്ലിസറിൻ അല്ല. കുറേ ഇൻഗ്രീഡിയന്റ് മീൻസ് ഒരു 1, 2, 3, 4, 5 ഇൻഗ്രീഡിയന്റ് കഴിഞ്ഞിട്ട് 6ാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് ഇതിൻ്റെ അകത്ത് ഗ്ലിസറിൻ വരുന്നത്. അതുകൊണ്ട് മെയിൻ കണ്ടന്റ് ഗ്ലിസറിൻ അല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യമുണ്ട്. ഒരു 4-5 മണിക്കൂർ ഇതിന്റെ സ്മെല്ല് നിൽക്കും, നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ചതുപോലെ. പക്ഷെ അത്രയും സ്ട്രോങ് ആയിട്ട് നമുക്കത് യൂസ് ചെയ്യുമ്പോഴുള്ള ഫ്രഷ് സ്മെല്ല് തോന്നത്തില്ല. ഇത് ഫ്രഷ് സ്മെല്ല് മൈൽഡ് ആണ്, പക്ഷെ നമ്മുടെ ബോഡിയിൽ സ്മെല്ല് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഒരു 4-5 മണിക്കൂർ ലാസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഡ്രൈ ആക്കില്ല. നന്നായിട്ട് ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ഇല്ലെങ്കിലും നമ്മൾ ഡ്രൈ ആക്കത്തില്ല. നോർമലും ഒരു ഇച്ചിരി കൂടെ ഹൈഡ്രേഷൻ, നോർമലിൻ്റെ അല്പം കൂടെ ഹൈഡ്രേഷൻ, നോർമൽ അല്ല എനക്ക് ഒരു പൊടിക്ക് ഹൈഡ്രേഷൻ ഇതിൽ ഫീൽ ചെയ്യും. പക്ഷെ എങ്കിലും നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യരുത് കേട്ടോ. ബോഡി വാഷ് നമ്മൾ ജസ്റ്റ് കഴുകി കളയുന്നതല്ലേ. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബോഡി വാഷാണിത്. ഇതിന്റെ പ്രൈസ് 99 രൂപയാണ്, 245 ml. ഇത് ഒരുപാട് പോപ്പുലർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നിയത് നമ്മൾ ഷോപ്പിൽ പോകുമ്പോഴത്തേക്കും ഏറ്റവും വില കുറഞ്ഞിരിക്കുന്ന ഒരു ഷവർ ജെൽ ഇതാന്ന് തോന്നുന്നു. ഇതിനേക്കാളും കുറഞ്ഞതുണ്ട്. വിവലിന്റെ ഒക്കെ കുഞ്ഞു പാക്കറ്റ് ഉണ്ട്, പിന്നെ ഫിയാമയുടെ ഒക്കെ കുഞ്ഞുണ്ട്. പക്ഷെ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ള വില കുറഞ്ഞത് ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിന്റെ സ്മെൽ ഇച്ചിരി സ്ട്രോങ് ആണ്, ഇത്തിരി ഡ്രൈയിങ് ആണ് സ്കിന്ന്. ഞാനിത് ഭയങ്കരമായിട്ട് സ്കിന്നിൽ അങ്ങനെ യൂസ് ചെയ്യത്തില്ല. ഞാൻ ഡ്രസ്സ് കഴുകാനൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ആദ്യ സംക്രാന്തിക്ക് സ്കിന്നിലത്തേക്ക് ഇത് യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് പക്ഷെ മോശമൊന്നുമല്ല. ഭയങ്കര എക്സ്ട്രീംലി ഓയിലി ആയിട്ടിരിക്കുന്ന കണ്ടീഷനിൽ നമ്മൾ ഒത്തിരി സെറ്റായിട്ടൊക്കെ ഇരിക്കില്ലേ, അങ്ങനെയുള്ളപ്പോഴും നമുക്ക് നല്ലതാണ്, അടിപൊളിയാണ്. പക്ഷേ ഇതിന്റെ സ്മെല്ല്, ഇതിന്റെ പറഞ്ഞിട്ടുള്ളത് ഫ്രഞ്ച് റോസ് ആൻഡ് ആൽമണ്ട് ഓയിൽ എന്നാണ്. പക്ഷേ ഇതിന്റെ സ്മെല്ല് ഒരു ഫ്ലവറി സ്മെല്ലാണ്, പക്ഷെ ഭയങ്കര ഓവർ പവറിംഗ് ആയിട്ടുള്ള ഒരു ഫ്ലവറി സ്മെല്ലാണ്. അപ്പോൾ ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് അല്ല സ്മെല്ല്, പക്ഷെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യും, അടിപൊളിയായിട്ട് ക്ലെൻസ് ചെയ്യും. ഇച്ചിരി ഒരു പൊടിക്ക് ഡ്രൈയിങ് ആണ്, ഭയങ്കരമായിട്ടല്ല, ഒരു പൊടിക്ക് ഡ്രൈയിങ് ആണ്. അപ്പോൾ ഇതിന്റെ ഒരു കളർ ഒരു ലൈറ്റ് പിങ്ക് കളറാണ്, ചെറുതായിട്ടൊരു പിങ്ക്, ഈ ഫ്ലവറിന്റെ പോലത്തെ ഒരു സാമ്യമുള്ളൊരു കളറാണ്. ഈ റോസിന്റെ പടം കാണിച്ചിട്ടുള്ളത് ഈ റോസുമായിട്ട് യാതൊരു ബന്ധവുമില്ല, റോസിന്റെ സ്മെല്ലല്ല. പക്ഷെ റോസിന്റെ ഏതോ ഒരു പെർഫ്യൂമായിട്ട് സാധനം തോന്നുന്നുണ്ട് സ്മെല്ല്, പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. 2 പക്ഷേ സോറി. അപ്പോൾ സ്മെല്ല് ഓവറായിട്ട് പ്രതീക്ഷിക്കേണ്ട, അതിനെ ലാസ്റ്റ് ചെയ്യത്തില്ല. ഇച്ചിരി ഓവർ പവറിംഗ് ആണ്, ഇച്ചിരി സ്ട്രോങ് സ്മെല്ലാണ്. ഓക്കെ, നെക്സ്റ്റ് ഗുഡ് വൈബ്സിന്റെ ഒരു ഷവർ ജെല്ലാണ്. ഇതിന്റെ പ്രൈസ് 225 രൂപയാണ്, 200 ml. ഇതിന് നമ്മുടെ പിയേഴ്സിന്റെ ആ കളറുമായിട്ട് സാമ്യമുള്ള കളറാണ്, പക്ഷെ ആ ബ്ലൂ കളറല്ല, അക്വാട്ടിക് ബ്ലൂ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന കളറാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കളറിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. ലാവൻഡർ ആൻഡ് മിന്റ് എന്നാണ് എഴുതിയിട്ടുള്ളത് ഇതിൻ്റെ അകത്ത്. പക്ഷെ ഇതിൻ്റെ അകത്ത് എനിക്ക് മിന്റിന്റെ സ്മെല്ലിനെക്കാളും ലാവൻഡർ ടച്ച് വരുന്ന സ്മെല്ലാണ് എക്സ്ട്രാ ആയിട്ട് ഫീൽ ചെയ്തത്. മിന്റിന്റെ സ്മെല്ല് ഇച്ചിരി മൈൽഡാണ്. പിന്നെ ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് സ്മെല്ലൊന്നുമല്ല. ഇതൊരു 1 മണിക്കൂറൊക്കെ സ്മെല്ല് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി തന്നെ ഇത് മൈൽഡ് സ്മെല്ലാണ്. ഇത് ബോഡിയിലധികം ലാസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്യും, ഭയങ്കര ഡ്രൈ ആക്കത്തൊന്നുമില്ല. നമ്മുടെ നോർമൽ സ്കിൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടാവും. വേറെ എക്സ്ട്രാ സ്കിൻ ബെനിഫിറ്റ് ഒന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ 4 എണ്ണത്തിൽ എക്സ്ട്രാ സ്കിൻ ബെനിഫിറ്റ് ഇല്ല, അടുത്ത് പറയുന്നതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു പ്രൊഡക്റ്റ്. ഇത് നല്ല അഫോർഡബിൾ എന്ന് പറയാൻ പറ്റില്ല, കമ്പാരിറ്റീവ്ലി അഫോർഡബിൾ ആണ്. ബാക്കിയുള്ള അല്ല, പിയേഴ്സിൻ്റെ ആണല്ലേ അടുത്ത. ടെക്സ് കഴിഞ്ഞാൽ പിന്നെ പിയേഴ്സ് ആണ് അഫോർഡബിൾ. അത് കഴിഞ്ഞിട്ട് ഇത് വരും, പിന്നെ പ്ലം വരും. ഇനി അടുത്ത് നമുക്ക് ബോഡി വാഷ് നോക്കാം. നെക്സ്റ്റ് ഡോക്ടർ ഷെത്തിന്റെ ഒരു ബോഡി വാഷാണ്. ഇതിന്റെ പ്രൈസ് 250 ml 349 രൂപയാണ്.
ഇതിനകത്ത് കുറച്ച് പ്രത്യേകതകളുണ്ട്. റിക്കമെൻഡ്സ് neem and salicylic acid body wash, deeply cleanses, exfoliates and prevents acne. ഇതിനകത്ത് 1% സാലിസിലിക് ആസിഡും 2% ലാക്റ്റിക് ആസിഡും ഉണ്ട്. അതുകൊണ്ട് ഇൻഗ്രീഡിയൻ്റ് ഇതൊക്കെ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ബോഡി ആക്നെ ഉള്ളവർക്ക് ഇത് അടിപൊളിയാണ്. ഇതിന് നല്ല സുഖമുള്ള മണമൊന്നുമില്ല, ഒരു ലൈറ്റ് ഹണി കളറിലാണ് ഇത് വരുന്നത്. എനിക്ക് ഇതിൻ്റെ സ്മെൽ അത്രയും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് ബോഡി ആക്നെക്ക് അടിപൊളിയാണ്, നന്നായിട്ട് ക്ലെൻസ് ചെയ്യും. എക്സ്പെഷ്യലി ബോഡി ആക്നെ ഉള്ളവർക്ക് അടിപൊളിയാണ്. ഒരു 4 ദിവസം കൊണ്ട് നമുക്ക് ബോഡി ആക്നെ നന്നായിട്ട് മാറുന്നറിയാൻ പറ്റും. പാട് മാറത്തില്ല, അതിൻ്റെ ബോഡി ആക്നെ മാറി തരുന്നതാണ്, മീൻസ് കുറഞ്ഞു വരുന്നതാണ്. 4 ദിവസമൊക്കെ എടുത്തു ഒരു പഴുത്തത് കുറഞ്ഞു വരാനായിട്ട്. അപ്പോൾ എൻ്റെ ബോഡിയിൽ വരുമ്പോൾ ചെറിയ ആക്നെയാണ് കേട്ടോ, വലുതല്ല. ആ ചെറുത് ഉണങ്ങി വരാനായിട്ട് 4 ദിവസം എടുത്തു. വലുതിന് ചിലപ്പോൾ കുറച്ച് ദിവസം കൂടെ എടുക്കുമായിരിക്കും. അപ്പോൾ ഇതിനു മുമ്പ് കാണിച്ച ഒന്നും തന്നെ ഇങ്ങനെ ഒരു എഫക്റ്റ് ഇല്ല, പ്രത്യേകിച്ച് ജസ്റ്റ് ക്ലെൻസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനാണ് ഇങ്ങനൊരു ബെനിഫിറ്റ് കൂടെ ഉള്ളത്. ഞാനിത് അതിനുവേണ്ടി തന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ ബോഡി ആക്നെ ഉള്ളവർക്ക് ധൈര്യമായിട്ട് ഇത് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. ഇതിന് സ്മെല്ല് ലോങ് ലാസ്റ്റിങ്ങോ അങ്ങനെ യാതൊരുവിധ ബെനിഫിറ്റും ഇല്ല. ജസ്റ്റ് ബോഡി ആക്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഒറ്റയടിക്ക് 5 കൂടെ പറഞ്ഞാൽ ലെക്സിൻ്റെ ഒരു അഫോർഡബിൾ റേഞ്ചിൽ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്ന ഒരു ബോഡി വാഷാണ്. സ്മെല്ല് ലാസ്റ്റ് ചെയ്യണം, ഫ്ലവറി സ്മെൽ ഇഷ്ടമാണുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. മീൻസ് പ്ലമ്മിൻ്റെ ഷവർ ജെൽ യൂസ് ചെയ്യാം. ഓക്കെ, ഒരു ഹൈഡ്രേഷൻ വേണം, നന്നായിട്ട് സ്മെല്ല് ലാസ്റ്റ് ചെയ്യണം, ഒരു ഫ്ലവറി സ്മെല്ലൊന്നും അധികം ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് ഒരു 4-5 മണിക്കൂർ സ്മെല്ല് ലാസ്റ്റ് ചെയ്യും. മൈൽഡ് സ്മെല്ല് വേണമെന്നുള്ളവർക്കും. ഞാൻ തൊട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ മൈൽഡ് സ്മെല്ലല്ല, ഇതിനൊരു മൈൽഡ് സ്മെല്ലാണ്. നെക്സ്റ്റ് മൈൽഡ് സ്മെല്ല് ഇതുണ്ട്, മീൻസ് ഗുഡ് വൈബ്സിൻ്റെ ഉണ്ട്. അപ്പോൾ ഇതും വേണമെന്നുള്ളവർക്ക് യൂസ് ചെയ്യാം. ഒരു ഫ്ലവറി സ്മെല്ലും കൂടെ ഇഷ്ടമുള്ളവർക്ക്, ലാവൻഡർ ആ കൈൻഡ് സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നന്നായിട്ട് ക്ലെൻസ് ചെയ്യും കേട്ടോ. ബോഡി ആക്നെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നോർമൽ സ്കിൻ ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം ഇതിന് വേറെ നല്ലൊരു സ്മെല്ലോ അങ്ങനെ പ്രത്യേകതകളൊന്നുമില്ല. അപ്പോൾ ബോഡി ആക്നെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. കിഡ്സ് മൈ ബി ഹാപ്പി. ബൈ.